അങ്ങനെ പുതിയൊരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പുതിയൊരു വർഷം, പുതിയ പ്രതീക്ഷകൾ, പുതിയ പരിശ്രമങ്ങൾ. അതാണ് ജീവിതം നമുക്ക് വേണ്ടി വെച്ച് നീട്ടിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മൾ കൂടുതൽ പരിശ്രമിക്കാൻ തയ്യാറാവുകയാണ്. ഈ വർഷത്തിലെ നമ്മുടെ ഓരോ ദിവസവും, നമ്മുടെ ഓരോ പരിശ്രമങ്ങളും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയായിരിക്കണം. ഈ ദിവസം നമ്മൾ അല്പം സമയം ചെലവഴിക്കേണ്ടത് നമ്മുടെ കഴിഞ്ഞ വർഷത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ചിട്ട് കുറച്ച് സമയം സൈലൻസിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കണം. കഴിയുന്നത്ര ഓർമ്മകളിലൂടെ, കഴിയുന്നത്ര അനുഭവങ്ങളിലൂടെ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് യാത്ര ചെയ്യണം. നമ്മൾ എന്താണ് ഈ വർഷം പഠിച്ചത്? എവിടെയാണ് നമുക്ക് ഈ വർഷം തെറ്റുപറ്റിയത്? വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിലൂടെ, വരുന്ന വർഷത്തിലേക്കുള്ള നമ്മുടെ സ്വപ്നങ്ങൾ തെളിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ചില തിരിച്ചറിവുകളുണ്ട്. ഈ പുതിയ വർഷത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമതായിട്ട്, ലിറ്റിൽ തിങ്സ് റിപ്പീറ്റഡ് ഓവർ ടൈം ആഡ് അപ്പ് ടു ബിഗ് തിങ്സ്. നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പലപ്പോഴും നടക്കാറില്ല. അത് നമ്മൾ വലുതായിട്ട് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ മടിയുണ്ടാവും എന്ന് മാത്രമല്ല, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ തുടർച്ചയായി ആവർത്തിച്ച് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ചെറിയ ശീലമായിക്കോട്ടെ, അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിലേക്ക് ക്വാളിറ്റി കൊണ്ടുവരുന്നുണ്ട്. അത് ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണാത്ത ചെറിയ മാറ്റങ്ങളാണ്. ഒരിക്കൽ കൂടി അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണാത്ത ചെറിയ മാറ്റങ്ങളാണ്. നമ്മളൊരു സ്റ്റെയർ കേസ് മുഴുവൻ ഒറ്റയടിക്കല്ല ചാടി കയറുന്നത്. ഓരോ സ്റ്റെപ്പ് വീതമാണ് ചാടി കയറുന്നത്. ഓരോ സ്റ്റെപ്പ് വീതമാണ് മുകളിലോട്ട് കയറുന്നത്. ടേക്കിംഗ് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം ഈസ് സോ എഫക്റ്റീവ്. രണ്ടാമത്തെ കാര്യമാണ്, ഡൗട്ട്സ് ആർ റിയൽ. അതായത് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്, നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സംശയങ്ങളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന 10-ൽ 7 പേരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിഫീറ്റിംഗ് ബിലീഫ് സിസ്റ്റം. അവരുടെ ചിന്തകളിൽ സംശയങ്ങളാണ്, അവരുടെ ചിന്തകളിൽ ഭയങ്ങളാണ്. എന്തു പറ്റും, തെറ്റുപറ്റുമോ, എനിക്ക് കഴിവില്ലേ? ഇത് നമ്മുടെ വളർച്ചയെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മുടെ പരിശ്രമങ്ങളിലേക്ക് വരുമ്പോൾ കഴിവതും നമ്മുടെ സംശയങ്ങളെ, നമ്മുടെ ഡൗട്ട്സിനെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, അതിലേക്ക് ചാടി ഇറങ്ങുക. കാരണം ഈ ഡൗട്ടുകളൊന്നും 0 ആയിട്ട് ഒരിക്കലും മാറാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലുമൊക്കെ ലെവലിൽ, ഏതെങ്കിലുമൊക്കെ ഒരു അംശത്തിൽ അത് കാണും. പക്ഷേ അതിനെ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ ഡൗട്ട്സ് എന്ന് നമ്മൾ മാറ്റാൻ തുടങ്ങുന്നു, ശരിക്കും ബിലീവ് ചെയ്ത്, ശരിക്കും ഉറച്ച് വിശ്വസിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, അത് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഡിസിഷൻസ് മേക്ക് ചേഞ്ചസ്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ തീരുമാനമെടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു തീരുമാനത്തോട് കമ്മിറ്റഡ് ആയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ സമയമില്ല, പിന്നെ ഒരു ദിവസം ചെയ്യാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കില്ല, പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കും, നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു തീരുമാനത്തോട് കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ വേറൊരു എക്സ്ക്യൂസും കണ്ടുപിടിക്കരുത്. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ ഒരു പുതിയ ശീലം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ വഴിത്തിരിവ് ആരംഭിക്കുന്നത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നാണ്. ഒരു പുതിയ വർഷം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു തെറ്റായ ശീലം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന ഒരു ശീലം, ഒരു ബാഡ് ഹാബിറ്റ് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് പരിശ്രമിക്കാം. അതേസമയം അവിടെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഗുഡ് ഹാബിറ്റ്, ഒരു നല്ല ശീലം, നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇത് വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ആ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. ഇത് നമ്മുടെ ജേണലിൽ എഴുതിയിട്ട്, നമ്മുടെ ബുക്കിൽ എഴുതിയിട്ട് നമുക്കിതൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാം. ഫ്രം ഡിസിഷൻസ് ബിഗ് ചേഞ്ചസ് ഹാപ്പൻ. സോ ഡിസൈഡ് ടു സ്റ്റാർട്ട് 1 ഗുഡ് ഹാബിറ്റ് ആൻഡ് ഡിസൈഡ് ടു കിൽ 1 ബാഡ് ഹാബിറ്റ്. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നമ്മൾ നമ്മുടെ സംശയങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഉറച്ച് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് പരിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ചിന്തിക്കാനുള്ള 1 മണിക്കൂർ ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഡോണ്ട് സേ ലേറ്റർ. കാരണം പിന്നെ നാളെ എന്ന് പറയുന്ന നമ്മുടെ ചെറിയ വാക്കുകളാണ് ഒരുപാട് സ്വപ്നങ്ങളെ തളർത്തിട്ടുള്ളത്, ഒരുപാട് കോൺഫിഡൻസ് കളഞ്ഞിട്ടുള്ളത്, ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും വേണമെങ്കിൽ, നമുക്ക് മാറ്റങ്ങൾ വേണമെങ്കിൽ, നമുക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ ഇന്ന് ആരംഭിക്കുക, ഇന്ന് മുതൽ പരിശ്രമിക്കുക. ഡോണ്ട് സേ ലേറ്റർ. ഇൻസ്പയറിംഗ് ഫ്രീ.